അവളുടെ ആവശ്യം ശ്രദ്ധയോടെ കേട്ട് ഷാഫി പറഞ്ഞു, നിനക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, എനിക്ക് സമ്മതമാണ്. പക്ഷേ നിൻ്റെ ഉപ്പ എന്നോട് പറയണം നിന്നെ അയക്കണമെന്ന്. അതെന്തിനാ? അല്ല, ഞാൻ നിന്നെ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ ഉപ്പയോട് ബ്രോക്കർ വഴി പറഞ്ഞിരുന്നു എനിക്ക് തുടർന്ന് പഠിപ്പിക്കാനും ജോലിക്ക് വിടാനുമൊന്നും താല്പര്യമില്ല എന്ന്. അപ്പോൾ നിൻ്റെ ഉപ്പയാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ല, എനിക്കും വിടണ്ട എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. കല്യാണം ശരിയാവുന്നവരെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട എന്ന് കരുതിയാണ് നിന്നെ പഠിപ്പിക്കാൻ വിട്ടത് എന്നൊക്കെ. ഇനിയിപ്പോൾ നിനക്ക് പോകണമെന്നാണെങ്കിൽ നീ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിൻ്റെ ഉപ്പയോട് നീ ചോദിക്കണം പോകട്ടെ എന്ന്. അല്ലെങ്കിൽ അവരെന്നോട് ചോദിക്കില്ലേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വിടരുത് എന്ന്. നിൻ്റെ ഉപ്പ എൻ്റെ ഉപ്പയാണല്ലോ ഇപ്പോൾ. ഷാഫിയുടെ ആ മറുപടി കേട്ട് എന്ത് പറയണമെന്നറിയാതെ അവൾ കുഴങ്ങുന്നത് അവളറിയാതെ ശ്രദ്ധിച്ചും കൊണ്ടിരുന്നു. മിണ്ടാതെയായതും അവൻ ചോദിച്ചു, എന്താ ഉപ്പയോട് ചോദിച്ചാൽ അയക്കില്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. കൂടുതലൊന്നും പറയാതെ അവൾ ബെഡിലേക്ക് കയറിക്കിടന്നു. ഷാഫി അവളോട് വീണ്ടും പറഞ്ഞു, ഇനി ഇതും മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറല്ലേ. എനിക്കിനി പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അപ്പോഴാണ് കിടന്നവൾ എഴുന്നേറ്റ് ഇരുന്നും കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ കാണാൻ വന്നതുകൊണ്ടാണ് എല്ലാം നിന്നത്. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാണെന്നറിയാമോ? അവളുടെ മറുപടിയിൽ പതുങ്ങിയിരുന്ന അമ്പുകൾ അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ കെൽപ്പുള്ളതായിരുന്നെങ്കിലും പുറത്തേക്ക് കാണിക്കാതെ, ഞാൻ എന്തു ചെയ്തെന്നാണ് നീ പറഞ്ഞത്? നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പഠിച്ച് ജോലി വാങ്ങിയെന്നെ. അപ്പോൾ നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ലേ? എന്തിനാണ് സമ്മതിച്ചത്? അവൾ മിണ്ടിയില്ല. പറ, എൻ്റെ ഇഷ്ടം നോക്കിയാണോ രണ്ടാം കെട്ടുകാരനായ നിങ്ങളെ കൊണ്ട് എന്നെ കെട്ടിച്ചത്? അതോടെ ഷാഫി കിടക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പറഞ്ഞു, നിനക്കിപ്പോൾ വേണമെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ ഉണ്ടാക്കി തരാം. എന്നെ കുറ്റപ്പെടുത്തി മേലാൽ സംസാരിക്കരുത്. ഞാൻ രണ്ടാം കെട്ടുകാരൻ എന്ന പേര് മാത്രമുള്ളവനാണെന്നും എന്താണ് എനിക്ക് സംഭവിച്ചതെന്നും നീ പറഞ്ഞില്ലേ? പറഞ്ഞതുപോലെ ഖുർആൻ തൊട്ട് സത്യം ചെയ്തതാണ്. ഇനിയും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് നിൻ്റെ വീട്ടുകാരോട് സംസാരിക്കേണ്ടതായി വരും. ഷാഫിയുടെ ശബ്ദം മാറിയതും ഇനിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു കിടന്നപ്പോൾ ഷാഫി വിടാൻ ഒരുക്കമല്ലായിരുന്നു. കിടക്കാൻ വരട്ടെ, നീ എഴുന്നേൽക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം. അവൾ എഴുന്നേറ്റില്ല. ഷാഫി എഴുന്നേറ്റ് നിന്ന്, നിനക്കെന്താ ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യേ? എഴുന്നേൽക്കണ്ട, ഞാനിപ്പോൾ തന്നെ നിൻ്റെ ഉപ്പാക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞ് മൊബൈലെടുത്തതും അവൾ എഴുന്നേറ്റിരുന്നു.